വേറെ ഗെയിം കളിക്കാം അല്ലേ? ആദ്യമായിട്ടാണ് ഗെയിം കളിപ്പിക്കുന്ന ആൾ മൊത്തം ചെയ്ത് കാണിച്ചിരുന്നത്. കൊള്ളാം ബ്രോ. 10 എണ്ണം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പിടിക്കാൻ പോവാണ്. അങ്ങനെ ജയിച്ചിരിക്കുന്നു. ഗുഡ് ബൈ മാൻ. എടാ മോനെ എറി അങ്ങോട്ട്. ഓ കറക്റ്റ് ആയിരുന്നു. 10 ആയിരുന്നു. ഇത് ഒട്ടാനതാ. 10. വീഡിയോ ഉണ്ട്, റെക്കോർഡ് ഉണ്ട്. വിഷയാണ്. പോയിന്റ് നമ്മൾ പെറ്റ്സ് പാർക്കിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പെർ ഹെഡിന് 50 രൂപയാണ്. ഓക്കെ, നമ്മൾ കണ്ടവരുടെ റിവ്യൂ ചോദിച്ചിട്ട് കയറിയാൽ മതിയായിരുന്നില്ലേ? അല്ല ഓക്കെ, വീഡിയോ എടുക്കാവോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇവിടെ ഭയങ്കര തിരക്ക്. കറുടിയാ എന്ത് പോടാ. ഇതെന്ത് കളിക്കുന്ന സാധനമാണോ? ഇത് ഒറിജിനല്ലേ? പ്ലാസ്റ്റിക് ആണോ? അതിന് പേടിയൊന്നുമില്ലേ? എനിക്കത് കണ്ടിട്ടേ വരുമ്പോ ദൈവമേ എടുത്തിട്ട് കളിക്കുന്നത് വെച്ച്. അപ്പൊ മേടിക്കുന്നുണ്ടോ? എനിക്കൊരു കുറച്ച് ലാപ്ടോപ്പിൻ്റെ. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലെ ഒരു തിരുവനന്തപുരം കാർണിവൽ കാണാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മളവിടെ ടിക്കറ്റ് എടുക്കാൻ പോകണം. ടിക്കറ്റ് എടുക്കാൻ പോകുന്ന അടുത്തുള്ള ആ ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അകത്ത് എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നോക്കൂ, ടിക്കറ്റ് കൗണ്ടേഴ്സ് കുറേ ഉണ്ട്. ഏകദേശം 5-6 കൗണ്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് ഇത്ര തിരക്കുണ്ട്. എടുത്തവരാണോ, എടുക്കാനുള്ളവരാണോ, അത് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നവരാണോ, എടുത്തതിന് ശേഷം തിരിച്ച് കണ്ടതിന് ശേഷം വന്ന് ഇറങ്ങി നിൽക്കുന്നവരാണോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഏറ്റവും ആൾക്കാർ കുറഞ്ഞൊരു കൗണ്ടറിലോട്ട് കയറാം. ഓക്കെ, ഇവിടെ തന്നെയാണ് ഗൈസ്. ഓക്കെ, 6 എണ്ണം കൊണ്ടുവന്നിട്ട് ഒരെണ്ണം പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഓക്കെ, എൻ്റെ ഇവിടെ അഖിലുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഒരു ടിക്കറ്റിന് 30 രൂപയാണ്. നമുക്കിപ്പോൾ ഇതിൽ കൂടെ കയറണമെന്ന് അറിഞ്ഞൂടാ ടിക്കറ്റും കൊണ്ട്. ഓക്കെ, ഇവിടെ കൂടെ എന്താ വേടാ. ഓക്കെ, ഇവിടെ ഒരാൾ ടിക്കറ്റ് കയറുന്നുണ്ട്. ഓക്കെ, കൈ കെട്ടി തരുമോ ഗൈസ്? കാരണം നമുക്ക് വാച്ച് സമയം നോക്കാൻ പറ്റത്തില്ല. നിനക്ക് കൈ കെട്ടി തരും. കൊള്ളാം. ഓക്കെ, നമുക്ക് കൈ കെട്ടി തന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ സമയം നോക്കാൻ പറ്റത്തില്ല. എൻ്റെ വാച്ചിലും കൂടെയാണ് കെട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ കാണിക്കണം ചേട്ടാ. അഖിൽ വാച്ചും കെട്ടി നടക്കണം ഗൈസ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട് ഗൈസ്, ഒത്തിരി ആൾക്കാരുണ്ട്. പോകുന്നവരാരും തിരിച്ചു വരുന്നില്ല. അതോ തിരിച്ചു വരുന്നൊരു കുറവ്. ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് കയറി പോകുന്നുള്ളൂ. ഏകദേശം ഒരു 100 പേര് ഇപ്പം അങ്ങോട്ട് കയറി പോകുന്നെങ്കിലും ഒരു 10-15 പേരെല്ലാം ഇറങ്ങി വരുന്നുള്ളൂ. ഒരാൾ നമ്മൾ നോക്കുന്നത്. ഹായ്, കറങ്ങി കയറി ആദ്യം ഇവിടെ വന്നുകൊണ്ട് ടൈം കാര്യങ്ങളൊക്കെയാണോ? ഷോർട്ട് ടൈമൊക്കെ എന്തോ ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഈ ഇവിടുത്തെ ഓരോരുത്തർ ഓരോ പരിപാടികളാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കാറൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? സോ നമുക്ക് ഈ പരിപാടി എന്താകും? ഒത്തിരി ആൾക്കാർ ഇവിടെ കയറി കാണുന്നുണ്ട്. ഫയർ ഷോ ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ആദ്യം നമ്മൾ കാണുന്നത് ഫയർ ഷോ ആണ്. നൈസ് ഒരു ടീമിൻ്റെ വർക്കായിരുന്നു. അത് ഇൻഡിവിജ്വലായിട്ടും ആൾക്കാർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ടീമായിട്ടും ഉണ്ടായിരുന്നു. നൈസ് വർക്കായിരുന്നു. നമ്മളത് മൊത്തത്തിലൊന്ന് ഓട്ടിച്ച് കാണിക്കുവാണ് നിങ്ങളെ. കുറേ നേരത്തെ വർക്കാണ്. ഞാൻ കുറേ നേരം ഇരുന്ന് കണ്ടു ഫയർ ഷോ. ഒരാൾ തീ വിഴുങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ നൈസ് തന്ത്രപരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ടീമായിട്ട് എല്ലാവരും കൂടെ വർക്ക് ചെയ്തു. അതിൻ്റെ ഇത് കഴിഞ്ഞു. അങ്ങനെ ഫയർ ഷോയ്ക്ക് ഭയങ്കര ആൾക്കാരായിരുന്നു. നമ്മൾ തുടക്കം തന്നെ ആയതുകൊണ്ട് വരുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ആ ഒരു ടീമിൻ്റെ വർക്ക് കഴിഞ്ഞു. അതിനുശേഷം 7:30 കണ്ട വീണ്ടും ഫയർ ഷോ ഉണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് അത് ഇച്ചിരി കൂടെ കാണാൻ നല്ല രസമായിരിക്കും. നമ്മൾ കയറിയ ടൈമിൽ 5 മണിയൊക്കെ ആയതേ ഉള്ളൂ. അതിനുശേഷം ബോൾ വെച്ചുള്ള മറ്റേ ഇങ്ങനെ പന്ത് അമ്മാനം ആടുന്ന കളി ഉണ്ടായിരുന്നു. സോ അത് കാണാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. മ്യൂസിക്കൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ അതും കണ്ടതിന് ശേഷം അവിടുന്ന് പതിയെ നമ്മൾ സ്കൂട്ടായി. കാര്യം ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മളിങ്ങനെ ഒരു മലയൊക്കെ കയറി സെറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു പരിപാടി നടക്കുന്നിടത്ത് എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കാണ് കണ്ടില്ലേ, ഞാൻ മല കയറി അപ്പോഴത്തേക്ക് അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കപ്പിൾസ് അല്ലെങ്കിൽ 2 പേരുടെ ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. അവർ കുറച്ച് സാഹസികമായിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു. സോ അത് നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ നല്ലൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് പോയായിരുന്നു. അവരുടെ അഭ്യാസങ്ങൾ കാണുക. മോറോവർ ഡാൻസിനെക്കാട്ടിയും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജിംനാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. ഇവിടെ സൂപ്പർമാൻ ഉണ്ട് ഗൈസ്. നമുക്ക് സെൽഫി എടുക്കാം. അങ്ങനെ നമ്മുടെ ടിവിയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് തന്നെ പറയും. ഇവർ നിൽക്കുന്ന നിൽപ്പുണ്ട്, എത്ര നേരമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവിടെ എന്നാലും ചിരിച്ച മുഖത്തോടെ എനിക്കും കൂടെ ഒരു ഫോട്ടോ എടുത്ത് തന്നു, സെൽഫിയൊക്കെ എടുത്ത് തന്നു. സൂപ്പർമാനുണ്ട്, ജോക്കറുണ്ട്, പാരിസ് ഓഫ് കരീബിനുണ്ട്, സ്പൈഡർമാനും ഉണ്ട്. സ്പൈഡർമാൻ ഇച്ചിരി ടയർഡായെന്ന് തോന്നുന്നു. പുള്ളി ചാരി അവിടെ പോയി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കൈ കൊടുക്കാൻ നോക്കിയിട്ട് കൈ കൊടുക്കാൻ പറ്റില്ല. പുള്ളി തിരക്കായിട്ട് ഞാൻ ചമ്മിനാർ തിരിച്ചു വന്നു ഗൈസ്. അങ്ങനെ അതിനുശേഷം വീണ്ടും ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒരു ഡാൻസ്, കമ്പിക്കകത്തുള്ളൊരു ഡാൻസ്. നിലത്തൊന്നും അല്ല, അവർ എയറിലായിരുന്നു അവരുടെ ഡാൻസ് വിത്ത് കമ്പിക്കകത്ത്. സോ ആ ഡാൻസ് നമ്മൾ എൻജോയ് ചെയ്തു ഗൈസ്. ഇവിടെ ഫുഡ് ഐറ്റംസും ഉണ്ട്. നമ്മൾ
പിന്നെ അതിനുശേഷം ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റേ പെറ്റ്സിൻ്റെ ഒക്കെ ഉള്ള കോർണറാണെന്ന് തോന്നുന്നു. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ആണെന്ന് തോന്നുന്നു. എത്രയാണെന്ന് ചോദിച്ചിട്ട് വരാം. ഗൈസ് പെർ ഹെഡ് 50 റുപ്പീസാണ് വരുന്നത്. ഇത് എന്ത് സംഭവം? പെറ്റ്സ് പാർക്ക് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഷോപ്പുകളുടെ ഒരു സെൻറ്ററിലേക്കാണ് വന്നിരിക്കുന്നത്. ഹൽവയുണ്ട്, പിന്നെ ഡ്രസ്സുണ്ട്, മുട്ടയുണ്ട്, പിന്നെ ബാക്കി കാര്യങ്ങൾ കുറേ ഉണ്ട്. അങ്ങനെ ഓരോന്ന്. മസാജിങ്ങിൻ്റെ ഒരു സാധനത്തിന് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നിൻ്റെ ഡൗട്ട്സൊക്കെ ചോദിക്കാനായിട്ട് അവിടെ നിന്ന് കയറാം. ഡ്രസ്സൊക്കെ ഉണ്ട്. വില കുറവാണോ തോന്നുന്നത്? ഷാൾ 50, ബെർമുഡ 100, പലാസ എന്തോ പലാസ എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. എന്താണ് ബുക്സൊക്കെ പഴയത്. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇതാണ്ട് ഇവിടെ ഒരു ഷോപ്പ് ചുമ്മാ പോകുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം ഗൈസ്. ഓക്കെ. ഇത് വെജിറ്റബിൾസിൻ്റെ സീഡ്സും കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. സോ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അത് ഉപകാരപ്പെടും. കമ്മൽ, വള കാര്യങ്ങളെല്ലാം ഉണ്ട്. ലാപ്ടോപ്പിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട്. സോ ലാപ്പ് മേടിക്കുന്നുണ്ടോ? എനിക്കൊരു കുറച്ച് ലാപ്ടോപ്പിൻ്റെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എടുത്ത് നോക്കാം. പഴയ ട്രഡീഷണൽ ചട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കടകൾ കുറച്ച് ഒഴിഞ്ഞെടുപ്പുണ്ട്. പിക്കിളിൻ്റെ ഒക്കെ മണം നല്ല. ഇവിടെ അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും ഗൈസ്. അച്ചാറ് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. നീ ടേസ്റ്റ് ചെയ്യണം, ഞാൻ വീഡിയോ എടുക്കാം. എടുക്കണം. എന്തുകൊണ്ട് നീ പെൺപിള്ളേരൊക്കെ മാറിയിരിക്കണം? എനിക്ക് ടേസ്റ്റ് ചെയ്താൽ ഞാൻ തന്നെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. നീ ടേസ്റ്റ് ചെയ്യും. എങ്ങനെ മേടിക്കാൻ പറ്റാത്തൊന്നും അല്ല, നീ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ടൊന്ന് മേടിക്കുമല്ലോ. സോ ഇത്രയും കാര്യങ്ങളുണ്ട് ഗൈസ്. ഇവിടെ ഉള്ളവർക്ക് ഫ്രീ ടെസ്റ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അഖിൽ പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞ കേട്ട് പോകുന്നുണ്ട്. നോക്ക് മുളകച്ചാറൊക്കെ ഉണ്ട്. മറ്റേ ഇല്ല പടത്തിൽ ദിലീപ് പറയുന്നത് എനിക്ക്. അപ്പോൾ അഖിൽ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നു ഗൈസ്. എൻ്റെ വാക്ക് കേട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. കൊള്ളാവോ? കൊള്ളാം ഗൈസ്, കൊള്ളാമെന്ന് പറയുന്നുണ്ട്. നല്ല മണം. ഞങ്ങൾ ഈ മണം കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അച്ചാറിൻ്റെയൊക്കെ മണം. വായിൽ വെള്ളം വരുന്നുണ്ട്. അച്ചാറുണ്ട്, കരിപ്പോട്ടിയുണ്ട്, അലുവയുണ്ട്, എന്തൊക്കെയോ ഉപ്പിലിട്ടത് ഉണക്കിയതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഉള്ള എല്ലാം നമുക്ക് കാണിക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ കൗണ്ടറിലാണുള്ളത്. ഞാൻ പോവുക. നീ അത് മേടിച്ചിട്ട് വന്നാൽ മതി. ടെസ്റ്റ് ചെയ്തല്ലയോ? തേനുണ്ട്. സോ ഷോപ്പുകൾ നിറച്ചും സാധനങ്ങളാണ്. ഇത് കണ്ട മോനെ, തേങ്ങയൊക്കെ പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ? തേങ്ങയ്ക്കകത്ത് ക്ലോക്ക്. ഓ മൈ ഗാഡ്, നൈസ്. അങ്ങനെ ചെയ്തു. അതൊക്കെ ഓട്ടോമാറ്റിക്കാ. അതുപോലെ തന്നെ ഗൈസ് ഇവിടെ എന്തൊക്കെയോ പച്ചമരുന്നുകളൊക്കെയാന്ന് തോന്നുന്നു. നല്ല മണമുള്ള പോയിക്കുന്ന സംഭവങ്ങളാണ് ഗൈസ് മൊത്തം. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി നീങ്ങി ഇവിടെ ഐസ്ക്രീമിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. ഐസ്ക്രീമുണ്ട്. ആൾക്കാർ ഐസ്ക്രീം മേടിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ഐസ്ക്രീം കഴിച്ചുള്ളൂ ലുലു മാളിൽ നിന്ന്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഐസ്ക്രീം മേടിക്കുന്നില്ല. ഐസ്ക്രീമിൻ്റെ ഏരിയസ് ഉണ്ട്. സോ അതിനുശേഷം നമ്മളിവിടെ വെടി വന്നിരിക്കുകയാണ്. അവിടെയായിരുന്നു നമ്മുടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടന്നത്. സോ അതിനുശേഷം ഞങ്ങളിവിടെ ഒന്നും തിരിച്ച് നടക്കണം. നമ്മളിനി താപ്പോട്ട് പൊക്കോണ്ടിരിക്കും അല്ലേ ഗൈസ്. നമ്മൾ അവിടുന്ന് ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഗെയിം കളിക്കേണ്ടവർക്ക് ഗെയിം കളിക്കാം. സോ ഇവിടെ കാർ റേസ് ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ആരെങ്കിലും കളിക്കുന്ന അറിഞ്ഞൂടാ. ഇവിടെ വേറൊരു ഗെയിമിൻ്റെ ഉണ്ട്. സോ എന്താണെന്ന് അറിഞ്ഞൂടാ നമുക്ക്. ഇത് എനിക്ക് തോന്നുന്നു പന്ത് ഊട്ടക്കകത്തോട്ട് എറിഞ്ഞു തരണം അല്ലേ? ഗെയിം എന്തോ ബ്രോ, എങ്ങനെയാണിത്? 5 ബോളിൽ 40 പോയിന്റ് എടുക്കണം. ഓക്കെ 5 ബോളിൽ 40 പോയിന്റ് എടുക്കണം. അപ്പോൾ ഈ പോയിന്റ് ഓരോ ഊട്ടയ്ക്ക് ഓരോ പോയിന്റ് വീതമാണ് അല്ലേ? വേറെ ഗെയിം കളിക്കാം അല്ലേ? കളിക്കുന്നോ? നിനക്ക് വേണ്ടി ഞാൻ ഈ ഗെയിം സ്പോൺസർ ചെയ്യാം. നീ ഇത് എറിഞ്ഞിടുവോ? ഓക്കെ ഗൈസ്, നമ്മുടെ സംശയങ്ങളെല്ലാം കേട്ടിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടി അഖിലിന് കൊടുത്തിട്ടുണ്ട്. അഖിലണ്ണൻ ട്രയൽ ചെയ്യുന്നു. ഇതാണ് 5 എണ്ണത്തിന് വരുന്നത്. പിള്ളേർ എറിയുന്നുണ്ട്. ഓ മോനെ, ഏടാ മോനെ, കമോൺ എറി. ഞാൻ ഓക്കെ
ഗൈസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 ത്രോ ഉണ്ട് ആ റിങ്ങിൽ. അതിൽ 4 വീഴ്ത്തണം. അതും 4 ഡിഫറെൻറ്റ് ഏരിയയിൽ വീഴ്ത്തണം എന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ വേറൊരു ഗെയിം കളിക്കാനുള്ള ഇത് വരും. സെയിം ആസ് അവിടുത്തെ കണക്ക് തന്നെ. അവിടെ 40 പോയിന്റ് ഓരോ കൂട്ടക്കകത്തു നിന്നും എറിഞ്ഞിടുവാണെങ്കിൽ 40 പോയിന്റ് കിട്ടുവാണെങ്കിൽ അടുത്ത ഗെയിം കളിക്കാനുള്ള ഇത് കിട്ടും. സോ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഗെയിം കളിക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ. സോ അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ പന്ത് തരും. ടെന്നീസ് ബോളാണ്. ടെന്നീസ് ബോൾ കൊണ്ട് ആ തേങ്ങ എറിഞ്ഞിടണം. ഓക്കെ. ചെറിയവർക്ക് ഇവിടെ നിന്നും വലിയ പിള്ളേർക്ക് ഇവിടുത്തെ ലൈനിൽ നിന്നുമാണ് എറിയേണ്ടത്. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ബോൾ തരും. ബോൾ ത്രോ ആണ്. മണി എറിഞ്ഞ് അടിപ്പിക്കുക. എറിഞ്ഞ് മണി അടിക്കുക. ഓക്കെ. ഇതൊരു വെറൈറ്റി സംഭവമാണ് എറിഞ്ഞ് മണി അടിക്കുക എന്നുള്ളത്. സോ അതും കുട്ടികൾക്ക് ഇവിടെ, വലിയവർക്ക് ഇവിടെ നിന്നും കുട്ടികൾക്ക് അടുത്ത് നിന്നുമാണ്. ഇവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള നമ്മുടെ മിന്നൽ മുരളിക്കകത്ത് ചെറുക്കം ചെയ്യുന്ന കണക്ക് റിങ് എറിഞ്ഞ് ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടുക, അത് നമുക്ക് കിട്ടും. സോ ഓക്കെ. അങ്ങനെ നമ്മൾ അത്രയും ഗെയിം കളിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇവിടെ എന്തെങ്കിലും സമ്മാനവും കിട്ടും. ഓക്കെ. ഈ ഗെയിം അതിൻ്റെ അകത്തൂടെ ഇത് തട്ടുമ്പോൾ സെൻസർ ഉണ്ടോ, അപ്പോൾ അതിൻ്റെ അകത്ത് ലൈറ്റ് കത്തിയിട്ട് അല്ലെങ്കിൽ ഇതടിക്കും. അടുത്ത പെൻസിലിൻ്റെ ഗെയിം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു ബ്രോ. എങ്ങനെയാണ് ഓക്കെ. ഓക്കെ. ഇവൻ പ്രോ തന്നെ. 10 പെൻസിൽ പിടിക്കുമോ? ആദ്യമായിട്ടാണ് ഗെയിം കളിപ്പിക്കുന്ന ആൾ മൊത്തം ചെയ്ത് കാണിച്ചിരുന്നത്. കൊള്ളാം ബ്രോ. യെസ്. ഇത് ചെയ്യുന്നോ നീ? പുള്ളി ചെയ്ത് കാണിച്ചു തന്നില്ലേ? ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്കും ചെയ്യാൻ പറ്റും. എത്ര രൂപയായിരുന്നു ഇതിന്? 20 രൂപയുള്ളു. ഡിസ്കൗണ്ടും ഉണ്ട്. ഓക്കെ. അഖിലിനെ കൊണ്ട് നമ്മൾ ഇതും ചെയ്യിപ്പിക്കുന്നതാണ് പറയുന്നത്. ടിക്കറ്റ് ഇവിടെ തന്നെയാണോ? ടിക്കറ്റ് ഇവിടെ തന്നെയാണോ? ടിക്കറ്റ് എവിടെയാണ്? ഓക്കെ ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമുണ്ട്. ബാസ്കറ്റ് ബോൾ ഉണ്ട്. ബാസ്കറ്റ് ബോൾ ഞാൻ കളിക്കും. ആർച്ചറൊന്നുമല്ല, ബാസ്കറ്റ് ബോൾ എനിക്ക് പറ്റും. ഞാൻ നോക്കട്ടെ ഗൈസ്. നമ്മൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് ബുക്ക് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് നമ്മൾ കളിക്കാൻ. അതിന് ബാക്കിയുള്ള ഗെയിം കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇത് ആർച്ചറാണ്. 30 രൂപയാണ്. ട്രൈ ചെയ്യാൻ 30 രൂപയുള്ളു. പോടപ്പം നീ എന്തിനാ ബിസിനസ്? ഓക്കെ. ഇത് ബോള് ചോദിച്ചു. അതിനുശേഷം പുള്ളി പറഞ്ഞു വേണ്ട. ഇത് നല്ലതല്ലേടാ. അത് ജയിച്ചതിന് ശേഷം ഇത് ഞാൻ ബാസ്കറ്റ് ബോൾ ജയിച്ചതിന് ശേഷം പിന്നെ ഇത് കളിക്കും. ബ്രോ മാറ്റമൊന്നുമില്ലല്ലോ. ഒറ്റ ബോൾ ഇട്ടാൽ മതിയല്ലോ 3 ത്രോയില് പെട്ടിരിക്കും. ഇവൻ ഈ ബെൻസിന്റെ കളിക്കാൻ പോകുന്നത് സിമ്പിളാന്ന് പറഞ്ഞിട്ട് ആ കൊച്ചി ഇറക്കം ജയിച്ച് ടിക്കറ്റ് എടുത്തോണ്ട് പോകുന്നത്. മോനെ വിന്നർ ഉണ്ടോ? അവൻ ജയിച്ചിട്ടുണ്ട്. അതാ അവനെ കണ്ടിട്ടാ അവനെ ആണെ കളയല്ലടാ. ഓക്കേടാ. ഓക്കെ. ആദ്യം ഒന്ന് എടാ, ഞാൻ വീഡിയോ എടുക്കുന്നില്ല, നീ എടുക്ക്. ഒന്നിലേ പോകണം. അഖിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നിരിക്കുകയാണ്. സോ അടുത്തതായിട്ടുള്ളത് 3 പെൻസിൽ പിടിക്കണം എന്നുള്ളതാണ്. അഖില് 3 എണ്ണം. അടിക്കൊക്കെ വെച്ചോ. ഓ, അഖിലിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടെ ഗെയിം കണ്ടക്ടർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കമോൺ. ലാസ്റ്റ് സ്റ്റെപ്പാണോ? ലാസ്റ്റ് 10 എണ്ണം പിടിച്ചാ അടുത്തത്. അഖിലേ കമോൺട്രാ. അഖിൽ 10 എണ്ണം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പിടിക്കാൻ പോവാണ്. അഖിൽ ജയിച്ചിരിക്കുന്നു. ഗുഡ് ബൈ മാൻ. അഖിലിന് വിന്നിൻ കൂപ്പൺ കിട്ടിയിരിക്കുകയാണ്. മോനെ കൊള്ളാം. അടുത്ത ഞാൻ മറ്റേ ബാസ്കറ്റ് എറിഞ്ഞിട്ട് അഖിൽ 20 രൂപ മേടിച്ച്. ഓക്കെ. ഞാൻ അടുത്ത അഖിലിന് വേറെ പറ്റി. ഓക്കെ. ഒന്ന് മാറി ട്രയൽ നോക്കണേ. ഓ, 2 സിമ്പിൾ. 3 എണ്ണം കൊള്ളിക്കണം. ഒരു വിന്നിംഗ് കൂപ്പൺ കിട്ടും. അതായത് പോയിന്റ് ഇല്ലാതിരുന്നാ പോയിന്റ് ഇല്ല. അത് വേണമെങ്കിൽ പോയിന്റ് തരാം. ഇല്ല, നമുക്ക് അടുത്ത എടുക്കാം. ഞാൻ എന്റെ ബാസ്കറ്റ് എറിഞ്ഞിട്ട് വരാം. നമുക്ക് ടിക്കറ്റ് കിട്ടും. അടുത്ത ജോയലാണ്. ജോയല് ബാസ്കറ്റ് ബോൾ എറിയാൻ പോവാണ്. ബാസ്കറ്റ് ബോൾ അവനെ എറിയാൻ. ഒന്നായോണ്ട ഞാൻ വന്നത്. ഫുൾ മാർക്ക് കിട്ടത്തില്ല ഒരു പരീക്ഷയ്ക്ക്. ഓ, ഓ
ഞാൻ പെൻസിൽ പിടിക്കും. നീ ഇത് ഇടുവാണെങ്കിൽ അങ്ങനെ ഇട്ട വീഴത്തില്ലടാ. നീ എറി എന്റെ കൊള്ളി എങ്കിലും ചെയ്തടാ. ആ ഒരു വിന്നിങ് കൂപ്പണിൽ വെച്ച് അഖില് ആർച്ചർ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് 3 ത്രോ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെന്ററുള്ള 10 കൊള്ളിക്കണം. അത് മാത്രമാണ്. ഓക്കെ, അവന്റെ ചോട്ടിന് പിടി അങ്ങോട്ട്. ഇനിയുണ്ട് 2 എണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടാ മതി, ഒരു വിഷയമില്ല. എടാ മോനെ എറി അങ്ങോട്ട്. ഓ കറക്റ്റ് ആയിരുന്നു, 10 ആയിരുന്നു. ഇത് ഒട്ടാനതാ. 10. വീഡിയോ ഉണ്ട്, റെക്കോർഡ് ഉണ്ട്. വിഷയാണ്. പോയിന്റ് അഖിൽ കൂപ്പ കിട്ടി. അടുത്ത എറിയണ്ടാന്ന് നീ കണ്ട. ഓ അങ്ങനെയായിരുന്നു മോനെ. കുഴപ്പമില്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. അവന് ഒരു ത്രോയും കൂടെ ഉണ്ട്. അവനൊന്നും കൂടെ ഒന്ന് വീണിട്ട് അവൻ അഖിൽ എല്ലാ ഗെയിമിലും കഴിവ് തെളിയിക്കുകയാണ്. അവൻ അമ്പ് പിടിക്കാൻ അറിയണ എന്താ വിട്ടില്ലേ. ഓ എന്താ ഗൈസ്, ഗെയിം സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കളിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് വെക്കാനുള്ള സംഭവമാണ്. ചിക്കൻ പക്കാവട കാര്യങ്ങൾ, അങ്ങനെ ഹോട്ടല്, ഹോംലി തട്ട്സ്, ഓക്കെ, അങ്ങനെ കുറേ ഫുഡുകളുണ്ട്. ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ആൾക്കാരെല്ലാം മേടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. നല്ല പൊടിയുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കണ്ട. എനിക്ക് ശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്തിരി ആൾക്കാരും ഉണ്ട്. ഓക്കെ, കുറേയേറെ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗായ്സ് ഇവിടെ കുതിരയുണ്ട്, വെള്ളക്കുതിരയുണ്ട്, വെള്ളയും കറുപ്പും കുതിരയുണ്ട്. ഒരു കറുത്ത കുതിര അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓ പക്ഷെ മൊത്തത്തിൽ 3 കുതിരയുള്ളു. പിള്ളേരുടെ എയർ നിറച്ചിട്ടുള്ള വീടുണ്ട്. നമ്മൾ പെറ്റ്സ് പാർക്കിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പെർ ഹെഡിന് 50 രൂപയാണ്. ഓക്കെ, നമ്മൾ കണ്ടവരുടെ റിവ്യൂ ചോദിച്ചിട്ട് കയറിയാൽ മതിയായിരുന്നില്ലേ? അല്ല, ഓക്കെ, വീഡിയോ എടുക്കാവോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇവിടെ ഭയങ്കര തിരക്ക് കൊണ്ട് മറ്റേ ആഫ്രിക്കൻ പാരറ്റ്സിന്റെ അവിടെ ഭയങ്കര തിരക്ക്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് തിരക്കില്ലാത്തടത്തോടെ പോവാം. ഒരു ചിക്കൻ അല്ലേ നിൽക്കണത്? പ്രാവുകൾ. മോനെ കറുടിയാ എന്ത് പോടാ. മുയലടാ. അല്ല, ഇത് മുയലല്ല, മറ്റേ എലി പോലത്തുള്ള സാധനം. ഇത് മറ്റേ എലി കലർന്ന സാധനം. അവനെന്താ ചൊറിയുന്നടേ? എടാ ഇത് കണ്ടാടാ മോനെ. മുള്ളം പന്നിയുടെ ചെറുത്. എടാ മോനെ, ഇമാരൊക്കെ ഓടിക്കൊഴഞ്ഞേട്ടാ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇതില് പാലില്ലാത്ത എലി. ഇത് എലി തന്നെ, പക്ഷെ പാലില്ല. അല്ലെങ്കിൽ മുയലിന് ചെവിയില്ല. ഇതിന് വേറെ പേരാവണം. ഇത് ഒന്നില്ലെങ്കിൽ പാലില്ലാത്ത എലി, അല്ലെങ്കിൽ ചെവിയില്ലാത്ത മുയല്. ഗൈസ് എന്താണെന്നറിയാമോ, ഇതിന്റെ അകത്താണ് ഗൈസ് സൂക്ഷിച്ച് നോക്കേണ്ടത്. ഇതിന്റെ അകത്തുള്ള ഇതെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിനകത്തൊന്നുമില്ല. ഇത് മറ്റേ കൊളക്കോഴിയുടെ മറ്റേ ചേട്ടനോ അനിയനോ ആയിട്ടൊക്കെ വരും. കാടക്കോഴിയുടെ കുഞ്ഞ്. പേര് എഴുതി വെച്ചെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അല്ലേ? റിവ്യൂ ഗൈസ്, ഇതിന്റെ ഇത് എല്ലാത്തിന്റെയും പേര് സൈഡിൽ എഴുതി വെച്ചെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇതെന്തോ ഉറങ്ങിയ ആള്. ഇത് വാലുള്ള എലി. ഇത് എലിയടാ ഗൈസ്. ഇത് മറ്റേ അമേരിക്കൻ പടത്തിലെ കാണുന്നത് സ്റ്റുവർട്ട് ലിറ്റിൽ, അതാണ്. നമുക്ക് അതിന്റെ പേര്. ഇത് സെറ്റ് സാധനം. മോനെ താരം വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നിർത്താൻ പറ്റിയ സാധനമാണ്. അതാണ് എലി കഴിഞ്ഞാൽ പിന്നെ പൂച്ച. അതായത് ടോം ആൻഡ് ജെറി. ഇറങ്ങോ. ഇതിന്റെ കൈയ്യട്ടിട്ട് നോക്കാടെ, കുഴപ്പമൊന്നുമില്ല. വി ക്യാൻ ടച്ച് ഇറ്റ്. പക്ഷെ എനിക്കിഷ്ടമല്ല തൊടുന്നത്. ഇവര് തൊടുന്ന നമുക്ക് എടുക്കാം. സോ നമുക്കിനി അടുത്തത് നോക്കാം ഗൈസ്. വലിയ മുയലുകൾ. സോ അങ്ങോട്ട് നോക്കാം.
ഇവിടെ ചെറിയ ചെറിയ പട്ടികളുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇവിടെ കുഞ്ഞു കുഞ്ഞു പട്ടീസുണ്ട്. ഇത്ര ആൾക്കാരെ കണ്ടത് പേടിച്ചിരിക്കുന്നു. എൻ്റെ മോനെ ഒരു ആളിടുന്ന് ഉറങ്ങണം. കോഴിക്കൂട്ടിലൊരു പട്ടിക്കുഞ്ഞിനെ ഇട്ടിരിക്കുന്നത്. താറാവ്, വാത്ത 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 അല്ലെങ്കിൽ അരയന്ന. ഓ, അതിനെ വെച്ചിട്ടോ എനിക്കൊരു ഫോട്ടോ എടുക്കണം. പൈസ കൊടുക്കേണ്ടി വരുമോ? പൈസ കൊടുക്കേണ്ടി വരുമോ? ഇത് ചോദിരടാ, ഫ്രീ ആണോന്ന് ചോദിരടാ. അത് എനിക്ക് ഇത് എൻ്റെ അല്ല, ഫോട്ടോ എടുക്കാൻ ഫ്രീ ആണോന്ന് പേര്. അടാ ഇങ്ങനെ കയറിയാൽ മതിയായിരുന്നടാ. ചോരി അഖിലാണ് എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് അല്ല ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതാണ്. ആണോ? ഓ, അത് കുഴഞ്ഞു പോയി. ഫ്രീ ആണ് സത്യം പറഞ്ഞാൽ. ആക്ച്വലി അത് ഫ്രീ ആയിരുന്നു ഗൈസ്. പക്ഷെ അതിന് വയ്യാത്തത് കൊണ്ട് നമ്മളെ തോളി ഇരിക്കാൻ വയ്യാത്തത്. ഞാൻ അതിന് എന്നെ എടുക്കാനല്ലല്ലോ പറഞ്ഞത്, അതിനെ എടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ടും അത് കുഴഞ്ഞെന്നോ? ഇത്രയും പേരെടുത്ത് അത് കുഴഞ്ഞോ? ആൾക്കാരല്ലേ കുഴയേണ്ടത്? എന്തൊക്കെ ഗൈസ് ഇവിടെ നടക്കുന്നത് കൊച്ചി കേരളത്തില്? ഓ, ഇയാക്കന്മാർക്കൊന്നും വയ്യ. ഒരു നാടൻ മാത്രമേ വേണ്ടി. നാടനെല്ലാം തോന്നുന്നു വേറെ എന്തൊരു സാധനം. സാമാനം കടിച്ചെടുക്കും. ദൈവമേ, ഇവിടെ ഇവന്മാരെല്ലാം കുഴഞ്ഞ്. ലയാളുണ്ട് ഗൈസ്, നോക്കൂ. മറ്റേ ഈ കൂട്ടിനകത്ത് 2 എണ്ണം കടപ്പുണ്ട്. ഇവൻ തൊട്ട് നോക്കുന്നത്. അത് ഉറങ്ങട്ടടാ. നമുക്ക് ഈ കൂട്ടിനകത്ത് നോക്കാം. സോ നോക്കൂ. കാരണം ഇതിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ നമ്മളെ കയറ്റൂ. അകത്ത് വരുന്നതിന് പ്രത്യേകം പൈസ കൊടുക്കണോ? കയറ്റൂ. അത് 2 പേരേ ഉള്ളൂ. ഒറ്റ ടൈമിൽ 2 പേരെ കയറ്റത്തുള്ളോ? ഓക്കെ. ഇതിൻ്റെ അവൻ്റെ തോളിലൊരു അണ്ണാനും ഇരിപ്പുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഇത് കയറാൻ ഇതൊരു ക്യൂ ആണ്. നമ്മളിവിടെ നിന്ന് ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് നേരം വെളുക്കും. സോ നമുക്ക് വേറെ നോക്കാം. ക്യൂ കുറയുമ്പം അങ്ങോട്ട് പോകാം. നമുക്കിനി കാണാത്തതൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നിന്ന് 2 കാണാം. സോ ബ്രീഡിന്റെ പേരൊക്കെ എഴുതി വെച്ചെങ്കിൽ നല്ലതായിരുന്നു. ഇമാരെ അടി കൂടുന്നു ഇവിടെ. ഓ, സീനാണ് കേട്ടാ. കളിക്കുവാണ്. ലെറ്റ്സ് ദം പ്ലേ. ഇതാ അവൻ ട്യൂൺ ചെയ്യുവാണ് കേട്ടാ. നമുക്ക് ആ തത്തേനെ എടുത്ത് വെച്ച് എനിക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടോടാ. എന്തുവരും നമ്മൾ ടിക്കറ്റ് അത് ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ കയറിയതാ. അപ്പോൾ പിന്നെ നമുക്ക് എന്തുവരും അത് എടുത്തേ വരത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് കയറണമെന്നുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് ഭയങ്കര ക്യൂ. ആള് പറഞ്ഞെങ്കിൽ അവിടെയും കൂടെ കയറാം. അവൻ ആ ഒന്നിനെ കൊണ്ട് പോണ്. ഇത് ടയേർഡായിപ്പോയി ഗൈസ് എന്നാ പറഞ്ഞത്. നമ്മൾക്ക് കിട്ടിയില്ല കൈ വെക്കാനായിട്ട്. ബാബാ, നമുക്ക് അടുത്തതായിട്ടുള്ളത് ആടാണ് ഗൈസ്. ആടിനെ കാണാം. ആടിനെ നോക്കൂ. ആടിരുന്ന് ഉറങ്ങണ്. ദിസ് ഈസ് ദ ആട്. ആണ്ട് മറ്റേ ഒന്നിന് കിട്ടില്ല. എന്താ വേറെ ഒന്നുണ്ട് ഗൈസ്. കയറി. ഓ, അവൻ തോളി ചുമ്മാ ഇട്ടിരിക്കുന്നു പാമ്പിന്. അവൻ ഇവനാരാ? ശിവനോ? ചോരി നീ ചോരി. ഞാൻ വീഡിയോ എടുക്കുകയല്ലേ, പിന്നെ ഫോട്ടോയുടെ ആവശ്യമില്ലല്ലോ. വേലിയാണല്ലോ ആരും. ഓ, ഇവിടെ പേയ്മെന്റ് ഉണ്ടെന്നടേ. അപ്പുറത്തെ പേയ്മെന്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അതിപ്പം മിസ്സിയാണല്ലോ. നീ അവിടെ ചുമ്മാ പോയില്ലേ? അവരെടുത്ത് തല വെച്ച് തരും. ഓ, 100 രൂപ. അവൻ ഇപ്പൊ ആക്റ്റീവ് ആയല്ലോ. നേരത്തെ ചോദിച്ചപ്പോ ഓഹോ 100 രൂപയാണ്. നേരത്തെ ഫ്രീ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 100 രൂപ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കൂടെ തോർത്തോട്ട് വരുന്ന ഒരാള്. ഓ, എന്റെ മോനെ,
ഇതെന്ത് കളിക്കുന്ന സാധനമാണോ? ഇത് ഒറിജിനൽ അല്ലേ? പ്ലാസ്റ്റിക് ആണോ? അതിന് പേടിയൊന്നും ഇല്ലേ? എനിക്കത് കണ്ടിട്ടേ വരുമ്പോ ദൈവമേ എടുത്തിട്ട് കളിക്കുന്ന അത് വെച്ച് തലയിലൊക്കെ ഇട്ട് ഉമ്മയൊക്കെ വെച്ചേന്ന് അത് ഞാൻ കണ്ടു. ഇത് എന്താടാ കൊച്ചു കാണിക്കുന്നേ? ചുരുട്ടി കുട്ടിയൊക്കെ വെച്ചേക്കുന്നടാ. ടെറർ സാധനോടാ. അതാ കൊച്ചി ഇവരുടെ കൂടെ ഉള്ളതാണ്. ഏതെങ്കിലും ഒന്നേ കണ്ടായിരിക്കും. ചോദിച്ചു എല്ലാം കൂടെ എടുക്കുന്നതിന് 250. ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ 100 രൂപ. അഖിലിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് പിടിക്കണമെന്നുള്ളത്. പാമ്പിനെ പിടിച്ചു നോക്കടാ. ഓക്കെ ഗായ്സ്, അങ്ങനെയാണ് ഇവിടുത്തുള്ള എല്ലാ മൃഗങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. മാക്സിമം ഞാൻ എല്ലാത്തിനെയും നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തൊരു വഴിയുണ്ട്, നമ്മൾ വിട്ടുപോയതാണ്. സോ അതും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റാനതോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനതോ ആയിട്ടുള്ളത് ഫിഷിൻ്റെ ഐറ്റംസ് ആണ് ഗൈസ് ഇവിടെ. അതായത് മറൈൻ ഫിഷ് അല്ലെങ്കിൽ നോർമൽ ഫിഷ് കാര്യങ്ങൾ, പ്യുവർ വാട്ടർ ഫ്രഷ് വാട്ടർ ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേര് മാത്രം ഇവർ എഴുതി വെച്ചില്ല സർ. പേരും കൂടെ എഴുതി വെച്ചെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ബട്ട് അല്ലാത്ത പക്ഷം 50 രൂപയ്ക്ക് ഇത് വേർത്താണ്. നമുക്ക് ഫിഷിൻ്റെ ഇതും കൂടെ ഒക്കെ കാണാം. എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് തോന്നുന്നു ഇങ്ങോട്ട് വരേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. സോ ഫിഷിൻ്റെ ഇത് ഇവിടെ വെച്ച് തീരുകയാണ്. ദിസ് ഈസ് ഏഞ്ചൽ ഫിഷും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പ്രാവും കൂടെ ഉള്ളൂ. ഓക്കെ, ടെറർ ആളുതോ പോകുന്നു. ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ ഉള്ളതാണ്. പാമ്പിനൊക്കെ എടുത്ത് തലയിലൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് തോർത്തൊക്കെ എടുത്തിട്ട് ചുരുട്ടുന്നതൊക്കെ ചുരുട്ടേ. പോകുന്നു നമ്മുടെ ടെറർ ആള്. ഈ തത്തയാണ് ഏറ്റവും സൂപ്പർ സാധനം. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നല്ല രസമുണ്ട് കാണാൻ. ആ തത്തയും ഓന്തും ഞാൻ തന്നെ കാണാം. ഞാൻ എടുത്തില്ല ഗൈസ്. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി തന്നെ ഒത്തിരി സമയം കാത്തിരുന്നു. എന്നിട്ടാണ് ഇപ്പോഴും ആൾക്കാർ കയറി നിറച്ച ആൾക്കാരാണ് അതിൻ്റെ അകത്ത്. സോ 50 രൂപയ്ക്ക് ഭയങ്കര വെർത്താണ്. സോ ഞങ്ങൾ അവിടുന്ന് കണ്ടെല്ലാം ഇറങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങളെയും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നുപോലും മിസ് ചെയ്യാതെ എല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. സോ സ്മീ ജോ സൈനിങ് ഓഫ് എല്ലാ കാര്യങ്ങളും കാണിച്ചില്ല. ഇതിനൊരു സന്തോഷമില്ല. അഖിൽ മറ്റേ 2 ഗെയിം ജയിച്ചിട്ട് സമ്മാനം കിട്ടാത്തതാണ്. അതിൽ ഭയങ്കര വിഷമം. അങ്ങനെ 2 ഗെയിം ജയിച്ചു ഗൈസ്. ഗെയിമിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരുന്നു. ഓക്കെ, ഷോർട്ട് ടൈം. നമ്മളിത് വിട്ടുപോയൊരു സ്ഥലമാണെന്ന് അറിയാൻ വയ്യ. നമുക്ക് എന്തുപോലും നോക്കാം. കാര്യം ഒരു വെള്ളവും കുടിക്കാം നമുക്ക്. സോ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ആകർഷണീയമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കൊരു സൗണ്ട് കിട്ടും. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ചോട്ടാ മുംബൈ നടക്കുവാണ് ഗൈസ്. ഓഹോ, അത് കാണാൻ ഇത്ര ആൾക്കാർ ഇവിടെ. ഓ, ചോട്ടാ മുംബൈ ഫാൻസ് ഗൈസ്. നമുക്കിനി ഇരുന്ന് ചോട്ടാ മുംബൈ കാണാം കുറച്ച് നേരം അല്ലേ? പടം തുടങ്ങുന്നേ ഉള്ളു ഗൈസ്. തുടങ്ങിയിട്ടുള്ള എഴുതി കാണിപ്പാണ്. സോ നമുക്ക് ചോട്ടാ മുംബൈ കാണാം. നമ്മൾ നടന്നു കഴിഞ്ഞ് വന്നപ്പോൾ കുലുക്കി സർബത്ത് കടയിൽ നിന്ന് ഒരു നോർമൽ കുലുക്കി സർബത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോർമൽ നാരങ്ങ വെള്ളം നോർമൽ. അപ്പോൾ അവരുടെ എത്തിക്സിനെതിരാണ് കുലുക്കിയെ തരത്തോളെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തുവരെ നമുക്ക് നോക്കാം. വേറെ കള്ളക്കടയൊന്നും ഇല്ല ഇവിടെ. ഭയങ്കര തിരക്ക്, ഭയങ്കര ക്യൂ. നമ്മുടെ ഓർഡർ ചെയ്തിട്ട് എപ്പോൾ കിട്ടുമെന്ന് അറിയാൻ വയ്യ. നോർമൽ അപ്പുറത്താ. അവിടെ പോയി പറ. അവിടെ ഭയങ്കര തിരക്ക്. അവിടെ നിൽക്കാൻ സ്ഥലമില്ല. നോക്കിയേ, കുലുക്കിയാക്കിയാലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. നമ്മൾ കുറച്ചേറെ സമയം കുലുക്കി സർഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും നമ്മൾ അത് കുടിച്ചില്ല. കാര്യം ആൾ കൂടിയപ്പോഴത്തേക്ക് അവരുടെ വൃത്തി കുറച്ച് കുറഞ്ഞു. ഗ്ലാസ് കഴുകുന്നതൊക്കെ സെയിം വെള്ളത്തിലൊക്കെ ഇട്ടായതുകൊണ്ട് നമ്മളത് കുടിക്കാതെ ഇറങ്ങി. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് ലൈവ് ഫോട്ടോഗ്രാഫി നടക്കുന്നത് നമ്മൾ കണ്ടത്. സോ ഫോട്ടോ വരയ്ക്കുന്നു. ഒരു പെൺകുച്ചിൻ്റെയും വരയ്ക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു പെൺകുട്ടിയുടെയും വരയ്ക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളത് നോക്കി ലൈവായിട്ട് വരയ്ക്കുന്നു. സോ ഒരു ഫോട്ടോ ഏകദേശം ഓൾമോസ്റ്റ് വരച്ച് തീർന്നു. സോ അത് നമ്മൾ നിങ്ങളെ കാണിച്ചു തരാം. ഒരു കൊച്ചിൻ്റെയാണ്, കണ്ടില്ലേ? എൻ്റെ മോനെ പൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സെക്ഷനും കൂടെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കൾച്ചർ പ്രോഗ്രാം, അതായത് ആൾക്കാർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി. അതായത് പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, അങ്ങനത്തുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാംസ്. സോ അതിനുശേഷം നമ്മൾ നൈസിന് ഇറങ്ങിയ ഗൈസ് അവിടെ നമ്മൾ ഇറങ്ങുവാണ്. ഓക്കെ, കുറേ ആൾക്കാർ കയറുന്നുണ്ട്. ഇറങ്ങുന്ന ആൾക്കാട്ടിയും കൂടുതൽ ആൾക്കാർ കയറും. അവിടെ മൊത്തം നിറച്ച ആൾക്കാരാണ്. ഓരോ സ്ഥലത്ത് നമ്മൾ നിന്നപ്പോഴും ഭയങ്കര ചൂടായിരുന്നു. പിന്നെ അകത്ത് മേളിൽ വെള്ളമില്ല, നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല. മഴ താഴെ പോയി മെയിൻ റീസൺ നമുക്ക് ദാഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്.
ആരും സോഡ കുലുക്കി സർവത്ത് ആരും കുടിക്കരുത്, കഴിവാത്ത ക്ലാസ്സിലാണ് ഗൈസ്. ഫയർ ഡാൻസ് നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ ഫയർ ഡാൻസ് കണ്ടായിരുന്നു, വീണ്ടും ഫയർ ഡാൻസ് ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. അപ്പോൾ ഓക്കെ, വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസ് കിട്ടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.